അവസാനം എനിവേ ഡൗൺ ദ ലൈൻ എൻ്റെ കയ്യിൽ അവസാനം എൻ്റെ ഒരു വണ്ടിയും എൻ്റെ ഒരു ക്യാമറയും ഒരു ഗിംബലും ഒക്കെ ആയിരുന്നു എൻ്റെ അസറ്റായിട്ട് ലാസ്റ്റ് ഇരിക്കുന്നത്. ഐ മീൻ ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് എൽസ്. പ്ലാനിങ് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും അല്ല കൊണ്ടുപോകുന്ന ഒരിടത്തും. അപ്പോഴത്തേക്ക് എല്ലാം നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല, എല്ലാം പോവുക, എല്ലാം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട് പോകുന്നു, ഞാൻ താമസിച്ചുകൊണ്ട് എനിക്ക് റെന്റ് അടയ്ക്കാൻ പൈസ ഇല്ല. ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഫ്ലാറ്റ് എനിക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. ഐ എം ലിറ്ററലി ഗോയിങ് ടു ദ സ്ട്രീറ്റ്. ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ലൈഫ് അൺഫിൽറ്റേഡ്. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം പറയാനുണ്ട്. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, താങ്ക് യു സോ മച്ച്. പക്ഷേ ഇനിയും വീഡിയോ കാണുമ്പോൾ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് കോവിഡ് ജീവിതം മാറ്റിമറിച്ചൊരു വ്യക്തിയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കോവിഡ് ഒത്തിരി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കോവിഡ് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത്. UAE ഒരു പ്ലാനിങ് എൻജിനീയറായിട്ട് ജീവിതം ആരംഭിച്ച് ഇപ്പോൾ ഒരു വീഡിയോഗ്രാഫർ, ഫോട്ടോഗ്രാഫർ, ഓൺട്രപ്രണർ, അങ്ങനെ ഒരു വിവിധ മേഖലകളിൽ തിളങ്ങുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ്. വെൽക്കം ചെയ്യുന്നു വിപിൻ ബ്രോ. വെൽക്കം ടു ലൈഫ് അൺഫിൽറ്റേഡ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നത്. ആൻഡ് ഐ റിയലി വോണ്ട് ടു താങ്ക്. എന്നെ ആക്ച്വലി ക്യാമറയുടെ പിന്നിൽ നിന്ന് മുമ്പിലോട്ട് കൊണ്ടിടുന്നത് റിയലി ഹാർഡാണ്. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഞാൻ ആക്ച്വലി ബ്രോൻ്റെ ലൈഫ് സ്റ്റോറി കേട്ടപ്പോൾ ഭയങ്കര ഇൻസ്പയർഡ് ആയി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും ഒരു ഡൗട്ട് പഠിക്കാണ്ട് എല്ലാം ഒരു കഥ കാണുന്ന പോലെ അല്ലേ, ഒരു കഥ പോലെ ഉണ്ടായിരുന്നു ലൈഫ് സ്റ്റോറി എന്നോട് പറഞ്ഞപ്പോൾ. അപ്പം അത് കേട്ടപ്പോൾ പിന്നെ ഞാനൊന്നും വിചാരിച്ചില്ല, നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. ഭയങ്കര ഇൻസ്പയറിങ് സ്റ്റോറിയാണ്. അപ്പം നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ജസ്റ്റ് ബ്രോൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്, എവിടെയാണ്, നാട്ടിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഫുൾ നെയിം ബിബിൻ ജേക്കബ് ജോയ്. നാട്ടിൽ ഞാൻ കൊല്ലം പുനലൂരാണ്. മാരീഡാണ്, വൈഫുണ്ട്, കുഞ്ഞുണ്ട്, പേരൻസ് ഉണ്ട്. പേരൻസ് ഞാൻ ബോൺ ആൻഡ് ബോട്ട് അപ്പ് UAE ഒരു കോവിഡ് ആ ടൈമിലൊക്കെയാണ് അവർ തിരിച്ച് നാട്ടിൽ പോയത്. നാട്ടിലാണ് ഇപ്പോൾ, എപ്പോഴും അവർ നാട്ടിലുണ്ട്. സോ അതാണ് എൻ്റെ പേഴ്സണൽ ലൈഫ്. മീൻ കരിയർ വൈസ് എനിക്ക് കുറേ കഥകൾ പറയാം ബേബി. ഞാൻ ആക്ച്വലി ഇന്നത്തെ നമ്മുടെ ഒരു ഇതിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നേരെ സ്റ്റോറിയിലേക്ക് കിടക്കുന്നു. ബ്രോൻ്റെ സ്റ്റോറി മുഴുവൻ പറയുന്നു. എനിക്ക് ഭയങ്കര ഇൻസ്പയർ ആയിട്ട് തോന്നി. ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല. അപ്പം നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് കരിയർ ആരംഭിച്ചത്? 2013 എൻ്റെ ആക്ച്വൽ ലൈഫ്, കരിയർ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2013 ഞാൻ എൻ്റെ ബിടെക് കഴിയുന്നു. ഞാൻ കഴിഞ്ഞ ഉടനെ എൻ്റെ മനസ്സിൽ ഞാൻ പ്ലാൻ ഇട്ടു, ഞാൻ UAE വരും, ബട്ട് ഞാൻ എൻജിനീയറിംഗ് അല്ല, വേറെ ഒരു ജോലി ഞാൻ ചെയ്യത്തില്ല. ഐ നീഡ് ടു സ്റ്റേ ഓഫീസ് മാത്രം, ലൈക്ക് ഓഫീസ് പ്രോജക്റ്റ് എൻജിനീയറിംഗ് മാത്രം. ഐ ഡോണ്ട് വാണ്ട് ടു ഡു സെയിൽസ്, ഐ ഡോണ്ട് വാണ്ട് ടു ഡു എനി സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ വന്നു. എനിക്ക് ഇവിടെ ഒരു റെപ്യൂട്ടബിൾ ആയിട്ടൊരു കമ്പനിയിൽ എനിക്ക് ജോലിയായി. അവിടെ കുറേ ഫ്രണ്ട്സായി. എനിക്ക് ഭയങ്കര കംഫർട്ടായി തുടങ്ങി. അതെ, അവിടെ പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അതെ, ഞാൻ അവിടെ പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ട് പിന്നെ ഞാൻ സൈറ്റിലോട്ട് പോയി. കാരണം എനിക്ക് എഞ്ചിനീയറിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഓഫീസിൽ ഇരിക്കണം, എനിക്ക് സൈറ്റിൽ പോയി ഒന്ന് പഠിക്കണം, എനിക്ക് സൈറ്റിൽ എന്താണ് കാര്യങ്ങൾ പഠിക്കണം എന്നുണ്ട്. അങ്ങനെ എന്നെ ആദ്യം ഇട്ടത് വലിയൊരു ടവർ പ്രോജക്റ്റിലാണ്. വളരെ ചലഞ്ചിങ് ആയിട്ടൊരു പ്രോജക്റ്റാണ്. അത് ഡിമോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിനകത്ത് ഞാൻ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ബേസ്മെൻറ്റ് പൊളിക്കുന്നു, മേളിൽ പണിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എൻജിനീയറിംഗ് ചലഞ്ചീവായിട്ടുള്ള പ്രൊജക്റ്റിലായിരുന്നു എന്നെ ഇട്ടിരുന്നത്. ആൻഡ് ഐ വാസ് വെരി മച്ച് ഹാപ്പി വിത്ത് ദാറ്റ്. കാരണം ഒരു ബിഗിനറിന്, ഒരു ഫ്രഷറിന് അവന് കിട്ടാവുന്ന ഒരു വലിയൊരു എക്സ്പോഷറാണ് ആ സമയത്ത്. കാരണം അവൻ എൻജിനീയറിംഗ്, അവൻ വലിയൊരു എൻജിനീയറിംഗ് മാവൽസ് ഉണ്ടാക്കുന്നു. ആ ഒരു ലെവലിലോട്ടാണ് ലൈഫ് ഞാൻ എൻ്റെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആൻഡ് ഐ വാസ് റിയലി ഹാപ്പി വിത്ത് ദാറ്റ്. ആൻഡ് ഓരോ വർഷം കൂടി ഇരിക്കുമ്പോൾ എനിക്ക് ഓരോരോ റെസ്പോൺസിബിലിറ്റീസ് കയറി വരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് കമ്പനി ഞാൻ മാറുന്നു. എസ്പെഷ്യലി ഇഷ്ടമുള്ള ജോലിയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. യെസ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കൺസൾട്ടൻസി മാറുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ആക്ച്വലി കൺസൾട്ടൻസി എന്ന് പറയുമ്പോൾ ഞാൻ ഡിസൈനിലോട്ട് മാറുന്നു. അപ്പോൾ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തി. യെസ്, ഓരോ പടി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ സൈറ്റ് പഠിച്ചു, ഓരോ പ്ലാൻ ചെയ്യാനായിട്ട് പഠിച്ചു, പിന്നെ ഡിസൈൻ ചെയ്യാൻ പഠിക്കുന്നു, പിന്നെ ഡിസൈൻ കഴിഞ്ഞ് നേരെ ഓപ്പറേഷൻസിലോട്ട് പോയി. അതായത് എന്താ പറയുക, ഡിസൈൻ IFC പ്രകാരം കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങി.
അതിനെ മാനേജ് ചെയ്യാൻ തുടങ്ങി, അപ്രൂവൽസ് അങ്ങനെയുള്ള ലെവലിലോട്ട് ഞാൻ അങ്ങനെ പല പ്രോജക്റ്റും ദുബായ് സൗത്ത്, അങ്ങനെ കുറേ ഷോപ്പിംഗ് മോൾ, സ്കൂളുകൾ, ടവറുകൾ, അങ്ങനെ പല വേരിയഡ് ആയിട്ടുള്ള ഡാറ്റാ സെൻറ്റേഴ്സ്, അങ്ങനെ പല പല മേഖലയിലുള്ള പ്രോജക്റ്റുകൾ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. എല്ലാ ജോലിയും ദുബായിൽ തന്നെയായിരുന്നല്ലേ? ഞാൻ UAE തന്നെയായിരുന്നു, ദുബൈയിലും അബുദാബിയിലും ഒക്കെ ആയിട്ട്. ഞാൻ ബേസിക്കലി ദുബൈ തന്നെ ആയിരുന്നു സെൻറ്റർ ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് കാലം ഞാൻ മാരീഡും അല്ലായിരുന്നു. അപ്പം എനിക്കൊന്ന് ഓൾമോസ്റ്റ് ലാസ്റ്റ് എൻജിനീയറിങ്ങിൻ്റെ എൻ്റെ കാലഘട്ടത്തിൻ്റെ ഒരു എൻഡിങ് ആവാനായിട്ടാണ് എൻ്റെ കല്യാണം കഴിയുന്നത്. അപ്പം അതായത് വർക്ക് ചെയ്തതിൻ്റെ അവസാനമാണ് കല്യാണം കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു സംഭവം അങ്ങ് പറയാൻ പറ്റുമോ, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എൻജിനീയറിങ് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ തന്നെത്താൻ PG എടുക്കാൻ പോയി, മാസ്റ്റേഴ്സ് ഡിഗ്രി ഞാൻ പഠിക്കാൻ പോയി. അപ്പോൾ ഞാൻ ഇവിടെ ഹെറിയറ്റ് വാർഡിൽ പഠിക്കാൻ പോയി. അപ്പോൾ ഞാൻ രാവിലെ സൈറ്റിൽ പോയി, രാത്രി 7 മണിക്ക് വന്ന് 10 മണിക്ക് ഞാൻ യൂണിവേഴ്സിറ്റി പോയി അവിടുത്തെ ലൈബ്രറി കുത്തിയിരുന്ന് പഠിക്കാൻ, അല്ലെങ്കിൽ ലെക്ചേഴ്സിൻ്റെ കേട്ടിട്ട് വീക്കെൻഡ്സ് നമുക്ക് ലീവില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിട്ട് ഞാൻ പഠിക്കാനായിട്ട് ഞാൻ യൂണിവേഴ്സിറ്റി ലൈബ്രറി പോവും, ജേർണൽസ് വായിക്കാൻ തുടങ്ങും. നമുക്കവിടെ തിയറിയേക്കാളും കൂടുതൽ തീസിസ് എഴുതുക, തീസിസും അസൈൻമെൻറ്റ് എഴുതുന്നതായിരുന്നു മെയിൻ ടാർഗറ്റ്. സോ അത് ഞാൻ അങ്ങനെ എഴുതി. ഞാൻ 2015-16 എങ്ങാണ്ട് ഞാൻ പാസ് ഔട്ടായി. അപ്പം PG കഴിഞ്ഞു, കംപ്ലീറ്റ് ചെയ്തു. അപ്പം ബിടെക് ഉണ്ട്, MTech ഉണ്ട്, MSc in എനർജിയാണ്. PG ഉണ്ട്. അപ്പം ഞാൻ അതെല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം അത് ഈ വർക്ക് ചെയ്ത റിലേറ്റഡ് ആയിട്ടുള്ള സാധനമല്ലേ എല്ലാം? ഞാൻ ആക്ച്വലി ഫോർ ദ 10 years എനിക്ക് തോന്നുന്നു ഞാൻ അതിലായിരുന്നു. ഞാൻ എൻ്റെ ഫുൾ എഫേർട്ട്, എന്താണ്, കാരണം അങ്ങനെ ആയിരിക്കണം എന്ന് എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു. സോ എൻ്റെ ഒരു മനസ്സിലൊരു ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ഐ ടേക്ക് അപ്പ് സംതിങ് അത് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ കാര്യം ചോദിച്ചില്ല, നമുക്കിപ്പം തുടങ്ങിയ സമയത്തൊന്നും ജോലി മാത്രമാണ് ലക്ഷ്യമുള്ളൂ, ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു മൈൻഡിലേ ഉണ്ടായിരുന്നില്ല. കാരണം വേറൊന്നുമല്ല, എൻ്റെ ഫാദർ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫാദർ ആക്ച്വലി സെയിൽസ് മാനേജർ ആയിരുന്നു. അപ്പം ഫാദർ പലപ്പോഴും ഇങ്ങനെ സ്റ്റോറീസ് പറയും, എന്താണ്, ഓരോ ബിസിനസ് ഇവിടെ തുടങ്ങുന്നു, അവരുടേതായിട്ടുള്ള ഇഷ്യൂസ്, അങ്ങനെ പല പല ഇഷ്യൂസ് ഒക്കെ. ഐ വാസ് റിയലി എനിക്ക് ആ തലവേദന എനിക്ക് താല്പര്യമൊന്നുമില്ല. കാരണം എല്ലാവരും പറയും ബിസിനസ് തുടങ്ങാൻ നിങ്ങൾ 9 to 5 ജോബ് ചെയ്യേണ്ട, അല്ലെങ്കിൽ 9 to 12 ജോബ് ചെയ്യേണ്ട, എളുപ്പമാണ്, നിങ്ങളാണ് നിങ്ങളുടെ ബോസ്. പക്ഷെ പറയാൻ എളുപ്പമാണ്, പക്ഷെ ഒന്ന് കയറി ഇറങ്ങുമ്പോഴത്തേക്കാണ് മനസ്സിലായി. ബട്ട് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ആൻഡ് ഐ സെഡ് നോ, എനിക്കത് വേണ്ട. കാരണം എൻ്റെ ഒരു അക്കാഡമിക്സ് നോക്കുമ്പോൾ, എൻ്റെ എക്സ്പീരിയൻസ് നോക്കുമ്പോൾ എനിക്ക് ആ ഒരു ലൈനല്ല. എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒരു ബിസിനസ് ഓറിയൻറ്റഡ് അല്ല. എന്നെ ഒരു ബിസിനസ് മോട്ടിവേറ്റഡ് ഒരാളല്ലായിരുന്നു. ഒരു രീതിയിൽ ആരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, ബിസിനസ്സോ അല്ലെങ്കിൽ എൻ്റെ ഒരു പാഷൻ എടുക്കുകയോ അങ്ങനൊന്നും സപ്പോർട്ടീവായിട്ട് ആരുമൊന്നുമില്ല. സോ ഐ തോട്ട് ഓക്കെ, എന്തിനു വേണം, നമ്മൾ നമ്മുടെ ഒരു സേഫ് സോണിൽ നിൽക്കുകയാണ്. ടെൻഷൻ എടുത്ത് പ്രഷർ എടുത്ത് വെക്കണ്ട. അതെ, സേഫ് സോൺ ആണല്ലോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ സേഫ് സോൺ നിൽക്കാനായിട്ട്. സേഫ് സോൺ എല്ലാവർക്കും ഇഷ്ടമാണ്. ലെറ്റ്സ് ബി ദെയർ. സാലറി കിട്ടുന്നുണ്ട്, സാലറി സമയത്ത് കിട്ടുന്നതുകൊണ്ട്, ലോണുകളൊന്നുമില്ല, ലോണൊക്കെ ക്രെഡിറ്റ് കാർഡ് അടച്ചു പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ആവശ്യത്തിനുള്ള എല്ലാം ആവുന്നുണ്ട്. സോ ഐ തോട്ട് ഓക്കെ, ഇറ്റ്സ് ഫൈൻ, ലെറ്റ് ഇറ്റ് ഗോ ലൈക്ക് ദാറ്റ്. അങ്ങനെ നമുക്ക് പോവാം. നമുക്ക് ഓരോ വർഷം ഓരോരോ ജോബ് ചലഞ്ച് ചെയ്യണം, ഓരോരോ ജോബ് രീതിയിൽ മുമ്പോട്ട് പോകുന്നു, ഇൻക്രിമെന്റ് കിട്ടുന്നു, എന്താ വേണം, സുഖം. അപ്പൊ ദാറ്റ് വാസ് ലൈഫ്. ബട്ട് ലൈഫ് ഹാഡ് ഡിഫറെന്റ് ഓപ്ഷൻസ്. പറയുവാണെങ്കിൽ എന്താണ്, നമ്മുടെ ഒരു പ്ലാനിങ്ങിലല്ല ദൈവമോ അല്ലെ ടൈമോ അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. ഇറ്റ് വിൽ ഹാവ് എ ചേഞ്ച്. ആൻഡ് അതാണ് എന്നെ പഠിപ്പിച്ചത്. ലൈഫ് വിൽ ഹാവ് എ ലോട്ട് ഓഫ് ചേഞ്ചസ്. ഇറ്റ്സ് അപ് ടു യു ടു ഡിസൈഡ് എങ്ങനെ ആ ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഐ നോ എവ്രി വൺ ഹാഡ് ദാറ്റ് കോവിഡ് പീരിയഡ്. ലൈക്ക് എല്ലാവരും സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് കോവിഡ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് കൺസൾട്ടൻറ്റ് അടുത്താണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ കൺസൾട്ടൻസിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നെ ആദ്യമേ കോവിഡ് 2019 തുടങ്ങി. പിന്നെ 2020 ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ദേ സ്റ്റാർട്ടഡ് ഓഫ് സെയിങ് ഹാഫ് സാലറി പറഞ്ഞു. ഐ സെഡ് ഓക്കെ ഫൈൻ, നമുക്ക് എനിക്ക് നാട്ടിൽ പോകാൻ താല്പര്യമില്ല. ബിക്കോസ് ഐ നോ ദാറ്റ് എനിക്ക് നാട്ടിൽ പോയി സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ ഓക്കെ അങ്ങനെ പോയി. പിന്നെ അവർ പറഞ്ഞു യു നീഡ് ടു ലീവ് ബാക്ക് ടു ഇന്ത്യ. ഓക്കെ, കമ്പനി എന്ന് പറഞ്ഞു. ലോങ് ലീവ്, ജോലി പോകുന്നില്ല, ലോങ് ലീവ് ആയിട്ട് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ലോങ് ലീവ് പറ്റത്തില്ല. ഐ മീൻ എനിക്ക് തോന്നുന്നു ആ ടൈമിലാണെന്ന് തോന്നുന്നു എൻ്റെ വൈഫ് ഡെലിവറിക്കായിട്ട് നാട്ടിൽ. ആ സമയത്ത് കല്യാണം കഴിഞ്ഞായിരുന്നല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം
1 വർഷം 2 വർഷം എനിക്ക് അത്ര ഓർമ്മയില്ല. വൈഫൈ കണ്ട വൈഫിനെ അറിയത്തുള്ള ഈ ടൈമുകളെല്ലാ കാര്യം ഞാൻ ആക്ച്വലി ഇങ്ങനെയുള്ള ടൈം ലൈൻസ് അല്ല എൻ്റെ വൈഫാണ് അതിന് ഓർത്ത് എനിക്കൊന്നും പറഞ്ഞു എനിക്ക് ഓർമ്മയൊന്നുമില്ല. അപ്പം എനിവേ എന്താണ് ഈ ഒരു ആ ഒരു ടൈം പീരീഡ് പൊക്കോണ്ടിരുന്നപ്പോൾ മാനസികമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എന്താണ് പല കാര്യങ്ങളും മറക്കാൻ തുടങ്ങി. സർവൈവൽ ഒരു ഇമ്പോർട്ടൻസ് ആയി മാറിക്കൊടുക്കും. വൈഫ് ഇവിടെ ഉണ്ടായിരുന്നോ? വൈഫ് ഉണ്ടായിരുന്നു. ഡെലിവറിക്കായിട്ട് പോയപ്പോഴാണ് ഇവിടെ കോവിഡും അങ്ങനെയുള്ള പല പല ഇഷ്യൂസ് പോകാനൊക്കെ പറയുന്ന സമയത്താണ്. അതെ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നീ നാട്ടിൽ പോയി ഡെലിവറി കഴിയട്ടെ, നമുക്ക് അപ്പോഴത്തേക്ക് അറിയാൻ പറ്റുമല്ലോ ഇവിടെ എന്താ സംഭവിക്കാൻ വേണം. ബട്ട് പ്ലാനിങ് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും അല്ല കൊണ്ടുപോകുന്ന ഒരിടത്തും. അപ്പോഴത്തേക്ക് എല്ലാം നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല, എല്ലാം പോവുക, എല്ലാം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞു നീ നാട്ടിൽ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ കാൺ ഗോ ഡു ദാറ്റ്. എനിക്ക് ഐ ഹാവ് നോ അതർ ഓപ്ഷൻ ടു ഗോ ബാക്ക്. ഐ കാൺ ഡു. ഐ ഹാവ് എ ബേബി കമ്മിങ് ഔട്ട് ദെയർ. എനിക്ക് അങ്ങനെ എന്താണ് ഐ കാൺ ഡു ദാറ്റ്. ഇറ്റ്സ് എ ബിഗ് സിൻ യു ആർ ഡൂയിങ് ടു മീ എന്നാണ് ഞാൻ എൻ്റെ ബോസിനോട് പറഞ്ഞത്. ഇറ്റ്സ് എ ബിഗ് ഐ ഹവ് ഗിവൺ എ ലോട്ട് ടു ദ കമ്പനി. ബട്ട് എന്നോട് ആ ലാസ്റ്റ് ടൈം അങ്ങനെ പറഞ്ഞ യു ആർ റിയലി ടേറിങ് മീ അപ്പാർട്ട്. ലിറ്ററലി എനിക്ക് അന്ന് എൻ്റെ ഫാദർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഫാദർ തീരുമാനിച്ചു ഓക്കെ നമുക്ക് പോകാം എന്നുള്ള രീതി. ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പം ഈ പറയുന്ന സമയങ്ങളിലൊക്കെ എൻ്റെ വീട് പോകുന്നു, ഞാൻ താമസിച്ചുകൊണ്ട് എനിക്ക് റെന്റ് അടയ്ക്കാൻ പൈസ ഇല്ല. ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഫ്ലാറ്റ് എനിക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. ഐ എം ലിറ്ററലി ഗോയിങ് ടു ദ സ്ട്രീറ്റ്. എവിടെ താമസിച്ചുകൊണ്ടിരുന്നത്? ഞാൻ മുഹസിനയിലായിരുന്നു. അപ്പം ലിറ്ററലി ഐ വാസ് ഓരോ അവസരങ്ങൾ വരുമ്പോൾ ഓരോ രീതി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താണ് ഷെയറിങ് റൂമിൽ താമസിച്ചിട്ടില്ലായിരുന്നു. അതുവരെ താമസിച്ചിട്ടില്ല. പേരൻസിനോടായിരുന്നു. ഷെയറിങ് റൂമും ബെഡ് സ്പേസും എന്ന് വേണ്ട എല്ലാം കയറി ഇറങ്ങി. ഈ അവസാനം വന്ന് ഞാൻ വണ്ടിയിൽ വരെ താമസമായി തുടങ്ങി. ഓക്കെ, പൈസ ഇല്ലാത്തതുകൊണ്ട് റിയലി കാരണം നമ്മൾ അപ്പം ലീവിന് പോകാൻ വേണ്ടി പറഞ്ഞു കമ്പനിയിൽ നിന്ന്. ഞാൻ പോയില്ല. പക്ഷേ ഇവിടെ തന്നെ നിന്നു. പക്ഷെ കമ്പനിയിൽ നിന്ന് സാലറി കിട്ടുന്നില്ല. പിന്നെ എനിക്ക് ഫാദർ അന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നായിരുന്നു. കാരണം അന്നത്തെ ടൈമിൽ എനിക്ക് എന്തെങ്കിലും ഒരു ജോബ് കിട്ടണം. അപ്പോൾ ഫാദർ ഒരു മെറ്റൽ ട്രേഡിംഗ് കമ്പനിയിൽ സെയിൽസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞു. സെയിൽസ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തു. ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്തു. ബട്ട് ഐ വാസ് നോട്ട് കണ്ടന്റ്. അപ്പോൾ അത് ഭയങ്കര എൻ്റെ ഒരു ഫീൽഡായിട്ട് ഐ മീൻ ഐ എം നോട്ട് എഗെയിൻസ്റ്റ് ദാറ്റ് ഫീൽഡ്. ബട്ട് എൻ്റെ ഒരു അപ്രോച്ച് കറക്റ്റ് ആവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ പിന്നെ അന്നൊക്കെ എൻ്റെ കയ്യിൽ ഒരു മീഡിയ എന്നൊരു സംഭവം എൻ്റെ കയ്യിലുണ്ട്. അന്ന് എൻ്റെ ക്യാമറ എല്ലാം ഉണ്ട്. അവസാനം എനിവേ ഡൗൺ ദ ലൈൻ എൻ്റെ കയ്യിൽ അവസാനം എൻ്റെ ഒരു വണ്ടിയും എൻ്റെ ഒരു ക്യാമറയും ഒരു ഗിംബലും ഒക്കെ ആയിരുന്നു എൻ്റെ അസറ്റായിട്ട് ലാസ്റ്റ് ഇരിക്കുന്നത്. ഐ മീൻ ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് എൽസ്. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ അടുത്ത എപ്പിസോഡിലുണ്ടാവും. അപ്പം എല്ലാവരും മറക്കാതെ വെയിറ്റ് ചെയ്ത് ആ എപ്പിസോഡ് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി കാണുന്നോണം വരെ ബൈ ബൈ.